നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ദുബായ് എയർ ഷോയ്ക്കിടെ ഇന്ത്യൻ യുദ്ധവിമാനം തേജസ് തകർന്നു. പൈലറ്റിന് വീരമൃത്യു. ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ച വ്യോമസേന. അപകടം അൽ മക്തൂം വിമാനത്താവളത്തിനരികെ നിർത്തിവെച്ച ദുബായ് എയർ ഷോ പുനരാരംഭിച്ചു. G20 ഉച്ചകോടി നാളെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണാഫ്രിക്കയിൽ. കാലാവസ്ഥ, ധനസഹായം, കടാശ്വാസം, സാമ്പത്തിക വളർച്ച, വ്യവസായവൽക്കരണം എന്നിവ ഉച്ചകോടിയുടെ പ്രധാന അജണ്ട. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കില്ല. ചെങ്കോട്ട ഭീകരാക്രമണത്തിൽ അറസ്റ്റിലായ ഭീകരരുടെ വിദേശ ബന്ധങ്ങളിൽ NIA അന്വേഷണം. ഭീകരർക്ക് വിദേശത്ത് നിന്ന് ബോംബ് നിർമ്മാണ വീഡിയോകൾ ലഭിച്ചിരുന്നതായി NIA. ഡൽഹി കലാപത്തിൽ കടുത്ത ആരോപണവുമായി കേന്ദ്രം. കലാപത്തിനായി ഭീകരർക്ക് ഫണ്ടിംഗ് നടന്നതായി കേന്ദ്രം. കശ്മീരിൽ ഭീകരരുടെ താവളം തകർത്ത് സുരക്ഷാ സേന. വൻ ആയുധശേഖരം കണ്ടെടുത്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്തേക്കും. പത്മകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതര കുറ്റകൃത്യങ്ങൾ. 2019 ദേവസ്വം ബോർഡ് യോഗത്തിൽ ചെമ്പുപാളികളെന്ന് പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ എഴുതി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി കൈമാറാൻ ബോർഡിൽ ആദ്യം നിർദ്ദേശം കൊടുത്തത് പത്മകുമാർ. ഗൂഢാലോചനയിൽ തുടക്കം മുതൽ പങ്കാളിയെന്ന് SIT. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് നേട്ടം. പൂർണ്ണ തോതിലുള്ള ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിന് അനുമതിയായി. തുറമുഖത്ത് നിന്ന് ഇനി റെയിൽ, റോഡ് മാർഗങ്ങളിലൂടെ ചരക്ക് നീക്കം നടത്താം. ക്രൂ ചേഞ്ചും സാധ്യമാകും. ദുബായ് എയർ ഷോയിൽ പ്രകടനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ വ്യോമസേനയുടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണു. പൈലറ്റിന് വീരമൃത്യു. ദുബായ് അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിനരികെയാണ് അപകടമുണ്ടായത്. പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 2:10 തകർന്നു വീണത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമസേനയുടെ തേജസ് യുദ്ധവിമാനമാണ് ദുബായിൽ തകർന്നു വീണത്. സംഘമായുള്ള പ്രകടനത്തിന് ശേഷം ഒറ്റയ്ക്കുള്ള പ്രകടനം നടത്തുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. മുകളിലേക്ക് ഉയർന്നു പറന്ന് കരണം മറിഞ്ഞ ശേഷം നേരെ താഴേക്ക് പതിക്കുകയായിരുന്നു. വിമാനത്താവളത്തിനടുത്തുള്ള ക്രാഷ് സൈറ്റിൽ നിന്ന് കട്ടിയുള്ള കറുത്ത പുക ഉയർന്നത് കണ്ട് ഷോ കാണാൻ തടിച്ചുകൂടിയവർ പരിഭ്രാന്തിയിലുമായി. ദുബായ് അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിനരികെയാണ് അപകടമുണ്ടായത്. അപകടത്തിന്റെ കാരണം വ്യക്തമല്ല. അപകടത്തെ തുടർന്ന് ദുബായ് എയർ ഷോ നിർത്തിവെച്ചു. ദുബായ് എയർ ഷോ 2025 IAFന്റെ പ്രകടനമാണ് അവസാന ദിവസമായ ഇന്ന് നടന്നത്. ദുബായ് എയർ ഷോയിൽ കാഴ്ചക്കാർക്കായി തുറന്നിരുന്ന തേജസ് യുദ്ധവിമാനത്തിന്റെ പ്രദർശനവും നിർത്തിവെച്ചു. അഭ്യാസ പ്രകടനം നടത്തിയ വിമാനത്തിന് പുറമെ കാഴ്ചക്കാർക്കായി ഗ്രൗണ്ടിൽ മറ്റൊരു വിമാനം കൂടി ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ സുലൂർ വ്യോമത്താവളത്തിൽ നിന്നാണ് വിമാനം UAEയിൽ എത്തിയിരുന്നത്. വീഴ്ചയ്ക്ക് മുമ്പ് പൈലറ്റിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. പൈലറ്റ് വീരമൃത്യു വരിച്ചത് ഇന്ത്യൻ വ്യോമസേന സ്ഥിരീകരിച്ചു. ഹിന്ദുസ്ഥാൻ ഡെവലപ്മെന്റ് ഏജൻസിയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും സംയുക്തമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനം 2016 ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറിയത്. പോരാട്ടശേഷി വർദ്ധിപ്പിക്കുന്നതിന് HLLന്റെ മേൽനോട്ടത്തിൽ പുറത്തിറക്കിയ ഏറ്റവും നൂതനമായ ഒരു പതിപ്പാണ് ഈ വിമാനം. 2 വർഷത്തിലൊരിക്കൽ സംഘടിപ്പിക്കുന്ന വ്യോമയാന മേഖലയിലെ ആഗോള പ്രശസ്തമായ ദുബായ് എയർ ഷോ നവംബർ 17 ആരംഭിച്ചത്. മേളയിൽ ഇത്തവണ 1500-ലേറെ പ്രമുഖ കമ്പനികളുടെയും സ്ഥാപനങ്ങളുടെയും പ്രദർശനമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇന്ത്യയുടെ യുദ്ധവിമാനം തേജസ് തകർന്നു വീണതിനെ തുടർന്ന് നിർത്തിവെച്ച ദുബായ് എയർ ഷോ പിന്നീട് പുനരാരംഭിച്ചു. അപകടത്തെ തുടർന്ന് 1 മണിക്കൂറോളം വ്യോമാഭ്യാസ പ്രകടനങ്ങൾ ഉൾപ്പെടെ ദുബായ് എയർ ഷോ നിർത്തിവെച്ചിരുന്നു. വ്യോമഗതാഗതവുമായി ബന്ധപ്പെട്ട ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രദർശനങ്ങളിൽ ഒന്നാണ് ദുബായ് എയർ ഷോ. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 1200ഓളം സ്ഥാപനങ്ങളാണ് ഇത്തവണ ദുബായ് എയർ ഷോയിൽ പങ്കെടുത്തത്. പ്രാദേശിക സമയം വൈകിട്ട് 5:30 മണിക്ക് ഈ വർഷത്തെ ദുബായ് എയർ ഷോ പ്രദർശനത്തിന് തിരശ്ശീല വീണു. ചെങ്കോട്ട ഭീകരാക്രമണത്തിൽ അറസ്റ്റിലായ ഭീകരരുടെ വിദേശ ബന്ധങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി NIA. ഭീകരർക്ക് വിദേശത്തു നിന്ന് ബോംബ് നിർമ്മാണ വീഡിയോകൾ ലഭിച്ചിരുന്നതായി NIA കണ്ടെത്തി. ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ ഷഹീൻ സെയ്ദ് ഉണ്ടായിരുന്ന ഉത്തർപ്രദേശിലെ കാൺപൂരിൽ കൂടുതൽ അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. അതിനിടെ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികളും സുരക്ഷയും കർശനമാക്കാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ നിർദ്ദേശം നൽകി.
ചെങ്കോട്ട ഭീകര ആക്രമണത്തിന് ശേഷം കിട്ടിയ നിർണായക വിവരങ്ങൾ അനുസരിച്ചാണ് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത്. കേസിൽ ഇതുവരെ 6 പേരെയാണ് NIA അറസ്റ്റ് ചെയ്തത്. ഭീകര സംഘത്തിലെ ഡോക്ടർ മുസമ്മലിന് വിദേശത്തുള്ള ഒരാൾ 42 ബോംബ് നിർമ്മാണ വീഡിയോകൾ അയച്ചു നൽകിയതായി NIA കണ്ടെത്തി. വിദേശത്തുള്ള ഹൻസുള്ള, നിസാർ, ഉകാസ എന്നിവരുടെ പങ്ക് അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ഇത് ഇവരുടെ വ്യാജ പേരുകളോ കോഡ് നാമമോ ആയിരിക്കാമെന്നും നിഗമനമുണ്ട്. 2020 മുതൽ തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലുണ്ടായ സ്ഫോടനങ്ങളുമായി ചെങ്കോട്ട സ്ഫോടനത്തിന് ബന്ധമുണ്ടോയെന്നും NIA പരിശോധിക്കുന്നുണ്ട്. ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസിനെ തുടർന്ന് രാജ്യം വിട്ട ഭീകരൻ മുഹമ്മദ് ഷാഹിൽ ഫൈസലാണ് ഉകാസ എന്നാണ് പ്രാഥമിക നിഗമനം. ഇയാളാണ് രാമേശ്വരം കഫേ സ്ഫോടന പരമ്പരയ്ക്ക് നിർദ്ദേശം നൽകിയത് എന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ഇതേ ഫൈസൽ തന്നെയാണ് ഡൽഹിയിലും ഡോക്ടർമാരെ നിയന്ത്രിച്ചിരുന്നത് എന്നാണ് വിലയിരുത്തുന്നത്. അതേസമയം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഷഹീർ സെയ്ദ് ഉണ്ടായിരുന്ന ഉത്തർപ്രദേശിലെ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാൺപൂർ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു വരികയാണ്. അതിനിടെ ഡൽഹിയിൽ സുരക്ഷയും ജാഗ്രതയും ശക്തമാക്കാൻ ഡൽഹി ചീഫ് സെക്രട്ടറിക്കും ഡൽഹി പോലീസ് കമ്മീഷണർക്കും ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന നിർദ്ദേശം നൽകി. കൂടുതൽ അളവിൽ അമോണിയം നൈട്രേറ്റ് വാങ്ങുന്നവരുടെയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് മെഡിക്കൽ യോഗ്യത നേടുന്നവരുടെയും വിവരങ്ങൾ പോലീസ് സൂക്ഷിക്കണം. സെക്കൻഡ് ഹാൻഡ് വാഹന വിൽപ്പനയിൽ ജാഗ്രത പുലർത്തണം തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ. വാഹനത്തിന്റെ യഥാർത്ഥ ഉടമയും രജിസ്റ്റേർഡ് ഉടമയും 2 പേർ ആകാൻ പാടില്ലെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഡൽഹി കലാപത്തിൽ കടുത്ത ആരോപണവുമായി കേന്ദ്രം. കലാപത്തിനായി ഭീകരരുടെ ഫണ്ടിംഗ് നടന്നതായി കേന്ദ്രം. പ്രതികൾക്കിതിനായി പണം ലഭിച്ചു. താഹിർ ഹുസൈൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്കിതിനായി 1 കോടി രൂപയിലധികം എത്തി. ഡൽഹി പോലീസിന്റെ വാദം പൂർത്തിയായി. ഉമർ ഖാലിദ്, ഷെർജിൽ ഇമാം എന്നിവരുടെ ജാമ്യ ഹർജി വിധി പറയാൻ മാറ്റി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഉടൻ നോട്ടീസ് നൽകുമെന്ന് സൂചന. അതേസമയം സ്വർണ്ണക്കൊള്ളയുടെ ആസൂത്രകൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്ന A. പത്മകുമാറാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് A. പത്മകുമാറിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ഗൂഢാലോചനയ്ക്ക് തുടക്കമിട്ടത് ആ കാലയളവിൽ ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറാണെന്ന് റിമാൻഡ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം നൽകാൻ ബോർഡ് യോഗത്തിൽ നിർദ്ദേശം മുന്നോട്ട് വച്ചത് പത്മകുമാറായിരുന്നു. 2019 ഫെബ്രുവരി മുതൽ ഇതിനുവേണ്ടിയുള്ള രേഖകൾ തയ്യാറാക്കാനുള്ള നീക്കങ്ങൾ പത്മകുമാർ ആരംഭിച്ചിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ കൊണ്ട് ഇക്കാര്യം എഴുതി നൽകാൻ പത്മകുമാർ ഇടപെട്ടു. 2019 മാർച്ചിൽ ചേർന്ന ബോർഡ് യോഗത്തിൽ പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ ചെമ്പുപാളികൾ എന്നെഴുതിയ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതാണ് അന്വേഷണത്തിൽ ശക്തമായ തെളിവായി മാറിയത്. ശബരിമലയിലെ മരാമത്ത് നടപടിക്രമങ്ങൾ ലംഘിച്ചാണ് പോറ്റിക്ക് വഴിവിട്ട സഹായം പത്മകുമാർ നൽകിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. തിങ്കളാഴ്ച അന്വേഷണ സംഘം പത്മകുമാറിന് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകും. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം കൂടുതൽ പേർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്ന് കണ്ടെത്തും. ഗൂഢാലോചന നടന്ന സമയത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഉടൻ തന്നെ മുൻ മന്ത്രിക്കും ചോദ്യം ചെയ്യലിനായി നോട്ടീസ് നൽകും. 2 ദേവസ്വം മുൻ പ്രസിഡന്റുമാർ മാത്രമാണോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഉന്നതർ എന്നതാണ് ഇനി അറിയേണ്ടത്. നിലവിൽ സ്വർണ്ണക്കൊള്ള ആസൂത്രണം ചെയ്തത് A. പത്മകുമാർ ആണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അതിനപ്പുറത്തേക്ക് കൂടുതൽ ഉന്നതർക്ക് ആസൂത്രണത്തിൽ പങ്കുണ്ടോ എന്ന് കൂടുതൽ രേഖകളും മൊഴികളും പരിശോധിച്ച ശേഷം വ്യക്തത വരുത്താനാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ പത്തനംതിട്ട ആറന്മുളയിലുള്ള വീട്ടിൽ പരിശോധന. പ്രത്യേക അന്വേഷണ സംഘമാണ് പരിശോധന നടത്തുന്നത്. പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വീട്ടിൽ പലതവണ കൂടിക്കാഴ്ച നടത്തിയതായും ഇത് സംബന്ധിച്ച രേഖകൾ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ SITക്ക് ലഭിച്ചിരുന്നു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് A. പത്മകുമാറിന്റെ പങ്ക് വ്യക്തമാക്കുന്ന പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘം വീട്ടിൽ പരിശോധന നടത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തുടക്കത്തിലെ CPM അന്വേഷണത്തെ സ്വാഗതം ചെയ്തതായിരുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അന്വേഷണത്തിലും അറസ്റ്റിലും രാഷ്ട്രീയ നിലപാട് CPMനില്ല. രാഷ്ട്രീയ കാഴ്ചപ്പാട് മുൻനിർത്തിയല്ല അറസ്റ്റിൽ CPM നിലപാട് സ്വീകരിക്കുന്നതെന്നും കുറ്റം ചെയ്ത ആർക്കും സംരക്ഷണമില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഈ സംഭവം ഉണ്ടായ ആദ്യ സന്ദർഭത്തിൽ കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി
പാർട്ടി വ്യക്തമാക്കിയത് ശബരിമല ക്ഷേത്രത്തിലെ അയ്യപ്പൻ്റെ ഒരു തരി സ്വർണവും നഷ്ടപ്പെടില്ല എന്നുറപ്പുണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിൽ ശക്തമായ അന്വേഷണവും നടപടികളും ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പിണറായി വിജയൻ അറിയാതെ ഇവിടെ ഒരു ഫയലോ ഈച്ചയോ അനങ്ങില്ല. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ ഒരു രാഷ്ട്രീയ പിൻബലമുണ്ട്. അതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്ന് BJP ആവശ്യപ്പെടുന്നത്. ദേവസ്വം മന്ത്രി രാജിവെക്കണം. കോടതിയുടെയും മാധ്യമങ്ങളുടെയും സമ്മർദ്ദം കൊണ്ടാണ് ഓരോ സത്യങ്ങളായി പുറത്തു വരുന്നത്. ഇനിയും പലതും പുറത്തു വരാറുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ചങ്ങനാശ്ശേരി പെരുന്നയിൽ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. പിണറായി വിജയൻജിയുടെ സർക്കാരാണ്. ഇവിടെ ഒരു ഫയലോ ഒരു ഈച്ചയോ നീങ്ങാൻ പിണറായി വിജയൻ്റെ അനുവാദമില്ലാണ്ട് ചെയ്യാൻ പറ്റുമോ? അത് നിങ്ങളൊന്ന് ആലോചിക്കണം. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ഒരു പൊളിറ്റിക്കൽ ബാക്കിംഗ് ഉണ്ട്, രാഷ്ട്രീയ ബാക്കിംഗ് ഉണ്ടെന്ന് ഞാൻ ആദ്യം മുതൽ പറയുന്ന ഞങ്ങളുടെ പാർട്ടി. അതുകൊണ്ട് കാസർഗോഡ് പടന്നയിൽ മുസ്ലിം ലീഗ് നേതൃത്വവുമായുള്ള അതൃപ്തിയെ തുടർന്ന് മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി മുഴുവൻ രാജിവെച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ പരിഗണിക്കാത്തതിനെ തുടർന്നാണ് രാജി. പടന്ന പഞ്ചായത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട UDFിലെ തർക്കം രൂക്ഷമായതോടെയാണ് മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ചത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികളെ മുസ്ലിം ലീഗ് പരിഗണിച്ചിരുന്നില്ല. ലീഗിന് സ്വാധീനമുള്ള വാർഡ് കോൺഗ്രസിന് നൽകിയതിനെതിരെ യൂത്ത് ലീഗ് പ്രവർത്തകർ പരസ്യമായി പ്രതിഷേധമുയർത്തി ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിൽ നേതാക്കളെ 2 ദിവസം മുൻപ് ഉപരോധിച്ചിരുന്നു. വർഷങ്ങളായി പടന്ന ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികളും ടൗൺ ക്ലബിലെ യുവാക്കളും ഉപയോഗിക്കുന്ന പടന്ന മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള മൈതാനത്ത് ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിനെതിരെ യൂത്ത് ലീഗ് പ്രവർത്തകരിൽ നിന്നുണ്ടായ എതിർപ്പ് പരിഗണിച്ചില്ല. പടന്ന പഞ്ചായത്തിലെ 6 വാർഡുകളിൽ ലീഗ് പ്രവർത്തകരെ പരിഗണിക്കാതെ സ്ഥാനാർത്ഥികളെ നിർണയിച്ചുവെന്നും വിമർശനമുണ്ട്. പ്രതിഷേധമുയർത്തിയതിന് പിന്നാലെ യൂത്ത് ലീഗ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തത് ശരിയായ രീതിയിലല്ലെന്നും കമ്മിറ്റിക്ക് വിശ്വാസ്യത ഇല്ലെന്നും വിമർശനമുയർത്തി ചില മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്തെത്തി. ഇതേ തുടർന്ന് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഖമറുദ്ദീൻ, ജനറൽ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി, ട്രഷറർ ജലീൽ ഓരിമുക്ക് തുടങ്ങിയവരാണ് രാജിവെച്ചത്. തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗ് കമ്മിറ്റിക്കെതിരെ വിമർശനവും ആക്ഷേപവും ഉയർത്തിയ സാഹചര്യത്തിൽ കമ്മിറ്റി ഒരുമിച്ച് രാജിവെക്കുന്നുവെന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിക്ക് നൽകിയ കത്തിൽ പറയുന്നത്. നവംബർ 2 ചേർന്ന കൺവെൻഷനിൽ തെരഞ്ഞെടുത്ത കമ്മിറ്റിയാണ് ലീഗ് നേതൃത്വവുമായുള്ള തർക്കത്തെ തുടർന്ന് ഒരുമിച്ച് രാജിവെച്ചത്. അമൃത ന്യൂസ്, കാസർഗോഡ്. സ്ഥാനാർത്ഥി നിർണയത്തിലെ അവഗണനയെ തുടർന്ന് കോഴിക്കോട് കുറ്റ്യാടി യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിയിലെ മുഴുവൻ ഭാരവാഹികളും രാജിവെച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ യൂത്ത് ലീഗിനെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഭാരവാഹികൾ രാജിവെച്ചത്. പല പഞ്ചായത്തുകളിലും കാലങ്ങളായി മത്സരിക്കുന്നവർ തന്നെയാണ് വീണ്ടും മത്സരിക്കുന്നത്. വാർഡുകളിൽ യാതൊരു പഠനവും നടത്താതെ പാർലമെന്റ് ബോർഡിലുള്ള ലീഗ് നേതാക്കൾ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് മണ്ഡലത്തിലുള്ളത്. ഇത് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമിടയിൽ വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിട്ടുണ്ട്. വിമത സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള തീരുമാനം എടുത്തിരുന്നുവെങ്കിലും പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളുടെ ഇടപെടലിനെ തുടർന്ന് പിൻവലിച്ചു. വികസന കുതിപ്പിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. തുറമുഖത്ത് തിരുവനന്തപുരം രാജ്യാന്തര യാത്രക്കാരുടെ സഞ്ചാരത്തിനും ചരക്ക് നീക്കാനുമുള്ള ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അംഗീകാരം നൽകി. ഇതു സംബന്ധിച്ച് ഗസ്റ്റ് വിജ്ഞാപനം പുറത്തിറക്കി. ചെക്ക് പോസ്റ്റ് വരുന്നതോടെ ക്രൂ ചേഞ്ചും ഇനി വിഴിഞ്ഞത്ത് നടക്കും. ICP പദവി ലഭിച്ചതോടെ ഇപ്പോൾ നടക്കുന്ന ട്രാൻസ്ഷിപ്മെന്റിന് പുറമേയുള്ള പ്രവർത്തനങ്ങളിലേക്ക് തുറമുഖത്തിന് കടക്കാൻ കഴിയും. കയറ്റുമതി, ഇറക്കുമതി, കണ്ടെയ്നറുകൾ ഒരുപോലെ കൈകാര്യം ചെയ്യാനാവും. ചെക്ക് പോസ്റ്റ് വരുന്നതോടെ തുറമുഖത്തെത്തുന്ന കപ്പലിലെ ജീവനക്കാർക്ക് ക്രൂ ചേഞ്ചിന്റെ ഭാഗമായി കരക്കിറങ്ങാൻ കഴിയും. ഇതോടെ മേഖലയിൽ കൂടുതൽ വികസനം സാധ്യമാകും. ഇപ്പോൾ അടിയന്തര സാഹചര്യത്തിൽ കപ്പൽ ജീവനക്കാരെ കരയ്ക്ക് ഇറക്കാറുണ്ടെങ്കിലും അത് ആരോഗ്യ പരിശോധനയ്ക്കും മറ്റും മാത്രമാണ്. കോവിഡ് കാലത്ത് പ്രത്യേക അനുമതിയോടെ വിഴിഞ്ഞത്ത് ക്രൂ ചേഞ്ച് നടത്തിയിരുന്നു. കപ്പലുകൾ തുറമുഖത്തേക്ക് അടുത്ത് ചരക്കിറക്കാൻ വേണ്ടിവരുന്ന സമയപരിധിയും കുറയും. ICP പദവി ലഭിക്കുന്നതോടെ റോഡ്, റെയിൽ മാർഗത്തിലൂടെയുള്ള ചരക്ക് നീക്കവും ആരംഭിക്കാൻ കഴിയും. വിഴിഞ്ഞത്തെത്തുന്ന കണ്ടെയ്നറുകൾ ട്രക്കുകളിൽ സംസ്ഥാനത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാനാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണാഫ്രിക്കയിലെത്തി. കാലാവസ്ഥാ ധനസഹായം, കടാശ്വാസം, സാമ്പത്തിക വളർച്ച, വ്യവസായവൽക്കരണം എന്നിവയാണ് ഉച്ചകോടിയുടെ പ്രധാന അജണ്ട. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉച്ചകോടിയിൽ പങ്കെടുക്കില്ല. ഇനി പ്രധാനപ്പെട്ട മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് വന്നാൽ, സൗദിയിൽ ലൈസൻസ് ഇല്ലാതെ ഓൺലൈൻ ഉള്ളടക്കം ഉപയോഗിച്ചതിന് സ്വകാര്യ കമ്പനിക്ക് സൗദി അതോറിറ്റി ഫോർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി 12,000 റിയാൽ പിഴ ചുമത്തി. ഓൺലൈൻ ഉള്ളടക്കം എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതായി തെറ്റിദ്ധരിച്ച് പകർപ്പവകാശ ഉടമയുടെ അനുമതിയോ ലൈസൻസോ നേടാതെ സ്വകാര്യ കമ്പനി ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങൾ ഉപയോഗിച്ചതിന് പകർപ്പവകാശ ഉടമ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ നിയമലംഘനം സ്ഥിരീകരിച്ചു. സൗദിയിൽ ഉയർന്ന അപകട സാധ്യതയുള്ള പ്രൊഫഷനുകളിൽ തൊഴിൽ നിയന്ത്രിക്കുന്ന പുതിയ നിയമാവലി സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രിയും നാഷണൽ കൗൺസിൽ ഫോർ ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ചെയർമാനുമായ എഞ്ചിനീയർ അഹമ്മദ് അൽ രാജ്ഹി പുറത്തിറക്കി. ഇത്തരം തൊഴിലാളി പരിക്കുകളും രോഗങ്ങളും കുറയ്ക്കാനും സുരക്ഷയും ആരോഗ്യ നിലവാരവും വർദ്ധിപ്പിക്കാനുമാണ് നിയമാവലി. ബന്ധപ്പെട്ട വകുപ്പുകൾ, തൊഴിലുടമകൾ, ജീവനക്കാർ എന്നിവരുടെ ഉത്തരവാദിത്തങ്ങളും പരിശീലനം, യോഗ്യത, നിരീക്ഷണം, തുടർ നടപടികൾ എന്നിവയ്ക്കുള്ള സംവിധാനങ്ങളും നിർവചിച്ചുകൊണ്ട് രാജ്യത്തെ തൊഴിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ നിയമാവലി ശ്രമിക്കുന്നു. സൗദിയുടെ തലസ്ഥാന നഗരിയായ സ്കൂളിന് മുന്നിൽ ചേരിതിരിഞ്ഞ് സംഘട്ടനത്തിലേക്ക് ഏർപ്പെട്ട 8 പേരെ റിയാദ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഏറ്റുമുട്ടലിന്റെ ദൃശ്യങ്ങൾ അടങ്ങിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. നിയമാനുസൃത നടപടികൾ സ്വീകരിച്ച് പ്രതികളെ ബന്ധപ്പെട്ട വകുപ്പിന് കൈമാറി. സൈബർ ക്രൈം വിരുദ്ധ നിയമം ലംഘിച്ച് സംഘട്ടനത്തിന്റെ വീഡിയോ ചിത്രീകരിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചയാളെ അറസ്റ്റ് ചെയ്യാൻ നടപടികൾ സ്വീകരിക്കുന്നതായും റിയാദ് പോലീസ് അറിയിച്ചു. ഇനി ദുബായിലേക്ക് വരികയാണെങ്കിൽ, റോഡ് ഗതാഗത സുരക്ഷ കർശനമാക്കുന്നതിന്റെ ഭാഗമായി ദുബായ് പോലീസ് നടത്തിയ പരിശോധനയിൽ 210 മോട്ടോർ ബൈക്കുകൾ പിടിച്ചെടുത്തു. 270 നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. കാൽനട പാതയിൽ ബൈക്കുകൾ ഓടിക്കുക, താമസയിടങ്ങളിൽ വേഗപരിധി ലംഘിച്ച് വാഹനം ഓടിക്കുക, പ്രധാന റോഡുകളിൽ തിരക്കുള്ള സമയത്ത് അശ്രദ്ധമായി ബൈക്കുകൾ ഓടിക്കുക എന്നിങ്ങനെ വിവിധ നിയമലംഘനങ്ങളുടെ ദൃശ്യങ്ങളും ദുബായ് പോലീസ് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചു. നിയമം ലംഘിച്ച് വാഹനം ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ദുബായ് പോലീസ് മൊബൈൽ ആപ്പിലെ പോലീസ് ഐ ഫ്യൂച്ചറിലൂടെ റിപ്പോർട്ട് ചെയ്യണമെന്നും പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുവൈറ്റിൽ വ്യാജരേഖകൾ ചമച്ച് പൗരത്വം നേടിയതിൽ ഏറ്റവും വലിയ തട്ടിപ്പിന്റെ വിവരങ്ങൾ ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടു. ഒരു വ്യക്തിയുടെ പേരിൽ 999 പേർക്ക് വ്യാജരേഖകൾ ഉപയോഗിച്ച് പൗരത്വം ലഭിച്ചതിന്റെ വിവരങ്ങളാണ് മന്ത്രാലയം ഇന്ന് പുറത്തുവിട്ടത്. 1960കളിൽ വ്യാജരേഖകൾ ഉപയോഗിച്ച് കുവൈറ്റി പൗരത്വം നേടിയ ഒരു വ്യക്തിയുടെ പേരിലാണ് ഇയാളുടെ പിന്തുടർച്ചക്കാരായി കാണിച്ചുകൊണ്ട് 999 പേർക്ക് പൗരത്വം നേടിയത്. 1961ലാണ് ഇയാൾ ദേശീയത അന്വേഷണ സമിതിയിൽ കുവൈറ്റി പൗരത്വത്തിനു വേണ്ടി അപേക്ഷ നൽകിയത്. കുവൈറ്റി പൗരന്മാർക്ക് നൽകി വരുന്ന വിവിധ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ 21 വയസ്സിന് മുകളിലുള്ളവരുടെ ശരാശരി വാർഷിക ചെലവ് ഒരാൾക്ക് 800 ദിനാർ വീതം എന്ന കണക്കിൽ 4.5 ദശലക്ഷത്തിലധികം ദിനാറാണ് സർക്കാർ ഇവർക്ക് വേണ്ടി ഇതിനകം ചെലവഴിച്ചത്. ഇതിനു പുറമെ ഭവന വായ്പാ ഇനത്തിലും ഇവർ സർക്കാരിൽ നിന്നും കോടികൾ സബ്സിഡിയായി കൈപ്പറ്റിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഒമാൻ സുൽത്താനേറ്റിന്റെ 55ാം ദേശീയ ദിനത്തോടനുബന്ധിച്ച് UAEയിലെ ഹത്ത അതിർത്തി കവാടത്തിലൂടെയും ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെയും എത്തിയ ഒമാനി സന്ദർശകർക്ക് പ്രത്യേക സ്വീകരണം. GDRFA ദുബായിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ വരവേൽപ്പ്. പാസ്പോർട്ടുകളിൽ പ്രത്യേക സ്റ്റാമ്പ് പതിപ്പിച്ച് സ്മരണിക സമ്മാനങ്ങളും മധുരപലഹാരവും നൽകിയാണ് സന്ദർശകരെ സ്വീകരിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല സൗഹൃദവും സഹോദര ബന്ധവും ഉയർത്തിക്കാട്ടുകയായിരുന്നു സ്വീകരണം. ഹത്ത അതിർത്തിയിൽ നടന്ന ആഘോഷ ചടങ്ങിൽ ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഒമാനിലെ ഉന്നത പ്രതിനിധികളും പങ്കെടുത്തു. UAEയോടുള്ള സ്നേഹവും കടപ്പാടും പൊതുജനങ്ങളിൽ ശക്തിപ്പെടുത്തുന്നതിനായി GDRFA ദുബായ് സംഘടിപ്പിക്കുന്ന ലവ് എമിറേറ്റ്സ് പരിപാടിയുടെ 2ാം പതിപ്പ് ഗ്ലോബൽ വില്ലേജിൽ ആരംഭിച്ചു. 1ാം പതിപ്പിന് സ്വദേശികളിൽ നിന്നും വിദേശികളിൽ നിന്നും ലഭിച്ച വലിയ സ്വീകാര്യതയെ തുടർന്നാണ് ഈ വർഷത്തെ പരിപാടി കൂടുതൽ വിപുലമായി സംഘടിപ്പിക്കുന്നത്. UAE സാമൂഹ്യ വർഷാചരണ പരിപാടികളുടെ ഭാഗമായാണ് സംരംഭം. ഗ്ലോബൽ വില്ലേജിലെ യൂറോപ്യൻ പവലിയന്റെ എതിർവശത്ത് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന പവലിയനിൽ നവംബർ 20 മുതൽ 30 വരെ സന്ദർശകരെ സ്വീകരിക്കും. എല്ലാ ദിവസവും വൈകിട്ട് 4 മണി മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന പവലിയനിൽ സന്ദർശകർക്ക് UAEയോടുള്ള നന്ദിയും സ്നേഹവും രേഖപ്പെടുത്താനും സന്ദേശങ്ങൾ ഭിത്തികളിൽ പ്രദർശിപ്പിക്കാനും ചിത്രങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ ലവ് എമിറേറ്റ്സ് ഹാഷ്ടാഗോടെ പങ്കുവയ്ക്കാനുമൊക്കെ അവസരമുണ്ട്.
കുവൈറ്റിൽ തൊഴിലാളികളെ കൊടിയ ചൂഷണത്തിനിരയാക്കിയ മാഫിയ സംഘത്തെ കുറ്റാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തു. ഷോപ്പിംഗ് മാളുകളിലും മറ്റും ട്രോളി ഉന്തുന്ന ജോലിയിൽ ഏർപ്പെട്ട പാവപ്പെട്ട പ്രവാസി തൊഴിലാളികളെയാണ് ഇവർ ചൂഷണത്തിന് ഇരയാക്കുന്നത്. വിദേശത്തു നിന്ന് വൻ തുക വാങ്ങി തൊഴിലാളികളെ രാജ്യത്തേക്ക് കൊണ്ടുവരികയും ഷോപ്പിംഗ് മാളുകളിലും മറ്റും ഇവരെ ജോലിക്ക് വിന്യസിക്കുകയും ചെയ്തിരുന്ന സംഘം തൊഴിലാളികൾക്ക് യാതൊരു ശമ്പളവും നൽകിയിരുന്നില്ല. മാത്രവുമല്ല, തൊഴിലുടമയ്ക്ക് പ്രതിദിനം 4 ദിനാർ വീതം നോക്കുകൂലി നൽകുവാനും ഇവർ നിർബന്ധിതരായിരുന്നു. ഷോപ്പിംഗ് മാളുകളിലും മറ്റും എത്തുന്ന ഉപഭോക്താക്കളിൽ നിന്നും ട്രോളി ഉന്തുന്ന സേവനത്തിന് ലഭിക്കുന്ന തുച്ഛമായ പ്രതിഫലത്തിൽ നിന്നാണ് തൊഴിലാളികൾ ഈ തുക കണ്ടെത്തേണ്ടിയിരുന്നത്. നോക്കുകൂലി നൽകാൻ കഴിയാത്ത തൊഴിലാളികളെ സംഘം പീഡനങ്ങൾക്ക് വിധേയരാക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ലഭിച്ച പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് സംഘം പിടിയിലായത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതി ബുധനാഴ്ച പരിഗണിക്കും. ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതി നോട്ടീസ് അയച്ചു. അതേസമയം നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഇന്ന് ഹർജിക്കാർ കോടതിയിൽ ഉന്നയിച്ചില്ല. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് SIR നടപടികൾക്കെതിരായ ഹർജികൾ പരിഗണിച്ചത്. കേരളം, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ SIR ഹർജികളാണ് ബെഞ്ചിന് മുന്നിലെത്തിയത്. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഹർജികൾ വേഗത്തിൽ പരിഗണിക്കണമെന്ന് സംസ്ഥാന സർക്കാർ അഭിഭാഷകർ ആവശ്യപ്പെട്ടു. ഇതോടെയാണ് 26-ന് ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചത്. ഹർജിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ SIR നടപടികളിലും കമ്മീഷന് നോട്ടീസുണ്ട്. നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഇന്ന് ഹർജിക്കാർ കോടതിയിൽ ഉന്നയിച്ചില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേട്ടതിന് ശേഷം മാത്രമേ ഒരു ഇടക്കാല ഉത്തരവ് പാസ്സാക്കാൻ പറ്റുള്ളൂ എന്ന കോടതി പറഞ്ഞത്. മാത്രമല്ല, കേരള കേസുകളും മറ്റുള്ള കേസുകളുമായിട്ട് വ്യത്യാസമുണ്ടെന്നും ഇന്ന് കോടതി പറഞ്ഞു. അതുകൊണ്ട് കേരള കേസുകൾ മാത്രമാണ് 26-ന് പരിഗണിക്കുകയുള്ളൂ. ബാക്കിയുള്ള കേസുകളെല്ലാം ഡിസംബർ 1-ാമത്തെ ആഴ്ചയെ പരിഗണിക്കുകയുള്ളൂ എന്നും കോടതി പറഞ്ഞു. അപ്പോൾ കേരളത്തിന്റെ കേസ് ഒരു വേറിട്ട കേസാണ്, വ്യത്യസ്ത കേസാണ് എന്നുള്ളതും കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഹാജരാവാത്തത് കൊണ്ട് ഇടക്കാല ഉത്തരവുകൾ ഇന്ന് പാസ്സാക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം, അതായത് ഏറ്റവും അടുത്ത ദിവസം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് 26-ാം തീയതിക്ക് വെച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് പുറമെ CPM, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, CPI പാർട്ടികളാണ് SIR-നെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത്. തദ്ദേശ തിരഞ്ഞെടുപ്പിനിടെ SIR നടത്തുന്നത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കേരളത്തിന്റെ വാദം. അതേസമയം SIR നടപടികൾ നിർത്തിവെക്കണമെന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം. SIR ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് പാർട്ടികളുടെ ഹർജികളിലെ വാദം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ വൃശ്ചികോത്സവ എഴുന്നള്ളിപ്പിൽ കടുത്ത ആചാരലംഘനം നടന്നതായി കണ്ടെത്തി. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തർ സമർപ്പിക്കുന്ന ചുവന്ന പട്ട് ഉപയോഗത്തിന് ശേഷം പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ ദേവന്റെ എഴുന്നള്ളിപ്പിന് വേണ്ടിയുള്ള തീവെട്ടിയിലെ തുണിയായി ഉപയോഗിച്ചതാണ് പരാതിയായത്. ആചാരലംഘനം നടന്നുവെന്ന് പരാതി വന്ന പശ്ചാത്തലത്തിൽ ചുവന്ന തുണികൾ മുഴുവൻ നീക്കാനും പകരം പുതിയ വെളുത്ത തുണികൾ വാങ്ങി ഉപയോഗിക്കുവാനും നിർദ്ദേശിച്ചുവെന്ന് തൃപ്പൂണിത്തുറ ഗ്രൂപ്പ് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ബിജു ആർ പിള്ള പറഞ്ഞു. അമ്മയുടെ 72-ാം പിറന്നാൾ ഡൽഹി മാതാ അമൃതാനന്ദമയി മഠത്തിലും വിപുലമായി ആഘോഷിച്ചു. ഡൽഹി ആശ്രമത്തിൽ ഭക്തി നിർഭരമായാണ് അമ്മയുടെ മക്കൾ കൊണ്ടാടിയത്. മാതാ അമൃതാനന്ദമയി മഠത്തിലെ മുതിർന്ന ബ്രഹ്മചാരികളും ബ്രഹ്മചാരിണികളും ചേർന്ന് ഭദ്രദീപം കൊളുത്തിയതോടെയാണ് ഡൽഹിയിൽ അമ്മയുടെ ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. പിറന്നാൾ ആഘോഷത്തിനെത്തിയ ഭക്തരെ സ്വാഗതം ചെയ്ത ബ്രഹ്മചാരി മോക്ഷാമൃത ചൈതന്യ അമ്മയുടെ സ്നേഹവും കാരുണ്യവും സേവന മനോഭാവവും ഭക്തരോട് പങ്കുവച്ചു. അമൃത വിദ്യാലയത്തിലെ കുട്ടികളുടെ ഗണേശവന്ദനവും ദുർഗാസൂക്ത ജപവും ആഘോഷങ്ങളുടെ ഭാഗമായി. സ്വാമി നിജാമൃതാനന്ദപുരിയുടെ സത്സംഗവും ഉണ്ടായിരുന്നു. അമ്മ ആത്മീയതയുടെയും അനുഗ്രഹത്തിൻ്റെയും പ്രചോദനമെന്ന് സ്വാമിജി പറഞ്ഞു. അമ്മയുടെ 108 നാമങ്ങൾ ഉരുവിട്ട് പാദകപൂജയും നടന്നു. തുടർന്ന് വിവിധ സഹായങ്ങളും വിതരണം ചെയ്തു. ഭക്തി നിർഭരമായ ഭജനയും ഉണ്ടായിരുന്നു. ഡൽഹിയിലെ അമ്മയുടെ ഭക്തർ അവതരിപ്പിച്ച നൃത്തവും പാട്ടും കലാപരിപാടികളും ആഘോഷങ്ങൾക്ക് മിഴിവേകി. ആഘോഷങ്ങളുടെ ഭാഗമായി ഭക്തർക്ക് പ്രസാദ വിതരണവും ഉണ്ടായിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കൊച്ചി അമൃത ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന് ഗുണമേന്മയിലും സുരക്ഷയിലും ദേശീയ നിലവാരം പാലിച്ചതിന് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ അംഗീകാരം ലഭിച്ചു.
ക്ലിനിക്കൽ പ്രോട്ടോക്കോളുകൾ, അത്യാഹിത സാഹചര്യങ്ങളെ നേരിടാനുള്ള സജ്ജീകരണം, അടിസ്ഥാന സൗകര്യങ്ങൾ, രോഗീ പരിചരണ പ്രക്രിയകൾ എന്നിവയുടെ വിശദമായ വിലയിരുത്തലിനെ തുടർന്നാണ് ഈ സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. അത്യാഹിത സേവനങ്ങൾക്കായി ഈ പ്രത്യേക അംഗീകാരം നേടുന്ന രാജ്യത്തെ ചുരുക്കം ചില അത്യാഹിത പരിചരണ കേന്ദ്രങ്ങളിലൊന്നാണ് അമൃത. അത്യാഹിത വിഭാഗത്തിൽ നിലവിൽ 30 പ്രത്യേക കിടക്കകളും സീസണൽ വ്യതിയാനങ്ങളും വൻതോതിലുള്ള അപകടങ്ങളും കൈകാര്യം ചെയ്യുന്നതിനായി 40 അധിക കിടക്കകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിനായി 24/7 ലാബ്, റേഡിയോളജി സേവനങ്ങൾ, അത്യാഹിത ഓപ്പറേഷൻ തിയേറ്റർ, പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് സൗകര്യങ്ങൾ എന്നിവയുടെ പിന്തുണയുമുണ്ട്. MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തുടരന്വേഷണമില്ല. വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കി. ഉത്തരവ് സർക്കാർ നൽകിയ അപ്പീലിൽ പ്രോസിക്യൂഷൻ അനുമതി നേടിയ ശേഷം പരാതിക്കാർക്ക് മുന്നോട്ട് പോകാമെന്നും കോടതി അറിയിച്ചു. മുഖ്യമന്ത്രിക്കെതിരായ വിജിലൻസ് കോടതി പരാമർശവും റദ്ദാക്കി. MR അജിത് കുമാറിനും സർക്കാരിനും ഏറെ ആശ്വാസം പകരുന്നതാണ് ഇന്നത്തെ കോടതിയുടെ ഉത്തരവ്. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള 2ാം ടെസ്റ്റ് നാളെ തുടങ്ങും. ഗുവാഹത്തിയിലാണ് മത്സരം. പരിക്കേറ്റ ശുഭ്മാൻ ഗിൽ കളിക്കില്ല. ഗില്ലിനു പകരം വൈസ് ക്യാപ്റ്റൻ ഋഷഭ് പന്താവും ഇന്ത്യയെ നയിക്കുക. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നടന്ന ആദ്യ മത്സരത്തിനിടെയാണ് ഗില്ലിന് കഴുത്തിന് പരിക്കേറ്റത്. ആദ്യ ടെസ്റ്റിൽ 30 റൺസിന് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയോട് തോറ്റിരുന്നു. 2 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ കാണാം അമൃത ന്യൂസ് യൂട്യൂബിൽ.